അർജുനന്റെ പ്രശസ്തിയും പാണ്ഡവരുടെ ജനപ്രീതിയും ദിവസേന ഉയർന്നുകൊണ്ടിരുന്നു. പ്രജകളുടെ ഹൃദയത്തിൽ യുധിഷ്ഠിരന് പ്രത്യേക സ്ഥാനം ലഭിച്ചു. അവൻ നീതിമാനും ധാർമ്മികനുമായിരുന്നു. ഇവനാണ് ഭാവിയിലെ രാജാവ്. ജനങ്ങൾ തുറന്നു പറയാൻ തുടങ്ങി. ഈ വാക്കുകൾ ദുര്യോധനന്റെ ഹൃദയത്തിൽ അഗ്നിയായി കത്തിത്തുടങ്ങി. പാണ്ഡവർ ജീവിച്ചിരിക്കുന്നിടത്തോളം എനിക്ക് സിംഹാസനം ലഭിക്കില്ല, അവൻ മനസ്സിൽ തീരുമാനിച്ചു. അവൻ്റെ അടുത്തു നിന്നത് കപടബുദ്ധിയുടെ ഉടമ അമ്മാവൻ ശകുനി. ശകുനിയുടെ കണ്ണുകളിൽ ഒരു അപകടകരമായ പദ്ധതി തെളിഞ്ഞു. വാളുകൊണ്ട് ജയിക്കാനായില്ലെങ്കിൽ ചതിയിലൂടെ ജയിക്കാം. അങ്ങനെ ഒരു ഭയങ്കര പദ്ധതി രൂപപ്പെട്ടു. വാരണാവതം എന്ന നഗരത്തിൽ പാണ്ഡവർക്കായി ഒരു മനോഹരമായ കൊട്ടാരം പണിതു. പുറത്ത് സ്വർഗം പോലെ, പക്ഷേ ഉള്ളിൽ മരണം കാത്തുനിന്നു. ലക്ഷം എണ്ണ മെഴുക് വേഗത്തിൽ കത്തുന്ന വസ്തുക്കൾ. ആ കൊട്ടാരം ഒരു തീക്കുഴിയായിരുന്നു. അത് ലക്ഷഗ്രഹം. ധൃതരാഷ്ട്രൻ സ്നേഹത്തിൻ്റെ വേഷത്തിൽ പറഞ്ഞു, അവിടെ പോയി കുറച്ചുനാൾ വിശ്രമിക്കാം. പാണ്ഡവർ യാത്ര തിരിച്ചു. കുന്തിയും കൂടെയുണ്ടായിരുന്നു. പക്ഷേ ഹസ്തിനാപുരത്തിലെ ജ്ഞാനത്തിൻ്റെ ശബ്ദം വിതുരൻ ഈ ചതി തിരിച്ചറിഞ്ഞിരുന്നു. അദ്ദേഹം യുധിഷ്ഠിരനോട് രഹസ്യഭാഷയിൽ മുന്നറിയിപ്പ് നൽകി. തീയിൽ നിന്ന് രക്ഷപ്പെടാൻ എലി പോലെ വഴിയുണ്ടാക്കണം. യുധിഷ്ഠിരൻ സന്ദേശം മനസ്സിലാക്കി. രാത്രികളിൽ രഹസ്യമായി ഒരു തുരങ്കം കുഴിക്കാൻ തുടങ്ങി. പുറത്ത് പാണ്ഡവർ സന്തോഷത്തോടെ ജീവിക്കുന്നതായി നടിച്ചു. അകത്ത് അവർ മരണത്തെ കാത്തുനിന്നു. ഒരു രാത്രി എല്ലാം തയ്യാറായി. ശത്രുക്കൾക്ക് സംശയം തോന്നാതിരിക്കാൻ അവർ തന്നെയാണ് ലക്ഷഗ്രഹത്തിന് തീ കൊളുത്തിയത്. അഗ്നി നിമിഷങ്ങൾക്കകം ആകാശത്തെ തൊട്ടു. ജനങ്ങൾ നിലവിളിച്ചു, പാണ്ഡവർ എല്ലാവരും മരിച്ചിരിക്കുന്നു. ഹസ്തിനാപുരം മുഴുവൻ ദുഃഖത്തിൽ മുങ്ങി. ദുര്യോധനന്റെ മുഖത്ത് ഒളിഞ്ഞ സന്തോഷം. പക്ഷേ തീയുടെ താഴെ ഒരു രഹസ്യ വഴി ജീവനോടെ മുന്നോട്ട് നീങ്ങുകയായിരുന്നു. പാണ്ഡവരും കുന്തിയും തുരങ്കത്തിലൂടെ രക്ഷപ്പെട്ടു. ലോകം കരുതി അവർ ഇല്ലാതായി എന്ന്. പക്ഷേ സത്യം, അവർ ജീവനോടെ ഉണ്ടായിരുന്നു. ഇപ്പോൾ അവർ രാജകുമാരന്മാരല്ല, അടയാളം മറച്ച അനാഥയാത്രക്കാർ. ഇത് അവരുടെ പുതിയ ജീവിതത്തിൻ്റെ തുടക്കം. പക്ഷേ വിധി അവരെ നേരെ ദ്രൗപദിയിലേക്കാണ് നയിച്ചിരുന്നത്.